അരവിന്ദ് ബാബു സർ, മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അതായത് നമ്മുടെ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ അദ്ദേഹം G സുധാകരൻ്റെ വീട്ടിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, പല പാർട്ടികളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ കൂടുമാറ്റം നടത്തുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളത് വളരെ വേഗത്തിൽ ഒരുപാട് പേർ മാറിപ്പോകുന്നത് കണ്ടതാണ്. സന്ദീപ് വാര്യരായിക്കോട്ടെ, സരിൻ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പേർ. ഒരിക്കലും G സുധാകരൻ എന്ന് പറയുന്ന നമ്മുടെ മുൻ പൊതുമരാമത്ത് മന്ത്രി നേരെ കോൺഗ്രസിലേക്ക് പോകുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എങ്കിലും ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു പ്രാധാന്യമില്ലേ എന്ന് മാധ്യമപ്രവർത്തകരെല്ലാവരും സംശയിക്കുന്നുണ്ട്. പക്ഷേ G സുധാകരനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. എൻ്റെ വീട്ടിൽ ആർക്കും വരാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ലേ, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുമാത്രമല്ല, ചന്ദ്രിക ദിനപത്രം ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ആ ക്യാമ്പയിനിൽ ക്ഷണിതാവായിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സുധാകരനെ. അദ്ദേഹം പക്ഷേ വിവാദത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോകാതെ നിൽക്കുന്നൊരു കാര്യമാണ് നമ്മൾ കണ്ടത്. പിന്നെ വേറൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഏരിയ സമ്മേളനം നടക്കുന്നത്. CPM-ൻ്റെ ഏരിയ സമ്മേളനങ്ങൾ ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സംസ്ഥാന സമ്മേളനം കൊല്ലം കരുനാഗപ്പള്ളിയിൽ വെച്ച് നടത്താനിരിക്കുകയാണ്. അപ്പോൾ ഈ ഏരിയ സമ്മേളനത്തിന് അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല, അവഗണിച്ചതിൽ വലിയ രീതിയിലുള്ള അമർഷവും ആലപ്പുഴ പാർട്ടിക്കകത്ത് പോയുന്നുണ്ട് എന്ന വാർത്തകൾ വരുന്നു. അതിനിടയിലാണ് KC വേണുഗോപാൽ അദ്ദേഹത്തെ കാണാൻ വന്നത്. എന്താണ് തോന്നുന്നത്, ഇതിലെ രാഷ്ട്രീയ പ്രാധാന്യം? തീർച്ചയായും വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഈ സംഭവത്തിന് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒന്നാം പിണറായി സർക്കാരിൽ G സുധാകരൻ മന്ത്രിയായിരുന്നു. മന്ത്രിയായതിനു ശേഷം ഈ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് പടിയിറങ്ങി, നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. G സുധാകരന് സീറ്റ് കൊടുക്കുന്നില്ല. H സലാം എന്ന് പറയുന്ന ഒരു നേതാവിനെയാണ് അമ്പലപ്പുഴയിൽ CPM മത്സരിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സുധാകരൻ സജീവമാകുന്നില്ല എന്ന് പറയുന്ന വലിയൊരു പരാതി CPM-നകത്ത് ഉയരുകയും അത് പിന്നീട് സുധാകരൻ്റെ പേരിൽ ഒരു അച്ചടക്ക സമിതി വരികയും ആ അച്ചടക്ക സമിതി സുധാകരൻ റിപ്പോർട്ട് കൊടുത്തതനുസരിച്ച് സുധാകരന് പരസ്യ ശാസന നേരിടേണ്ടി വരികയും ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത് സുധാകരൻ പാർട്ടിയിൽ നിന്ന് പതുക്കെ അദ്ദേഹത്തെ ഒഴിവാക്കുന്ന, സംഘടനാ രംഗത്ത് നിന്ന് പതുക്കെ അദ്ദേഹത്തെ ഒഴിവാക്കി അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നത്. അപ്പോൾ സുധാകരൻ കൊണ്ടുവന്ന പാർട്ടിയിലെ, അതായത് ആലപ്പുഴ പാർട്ടിയിലേക്ക് സുധാകരൻ്റെ കൈപിടിച്ച് വന്നതാണ് സജി ചെറിയാൻ, H സലാം, പിന്നെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി R നാസറൊക്കെ. അപ്പോൾ അവർ ഒരു അധികാര കേന്ദ്രമായി മാറുകയും സുധാകരൻ പതുക്കെ പാർട്ടിയിൽ നിന്ന് പതുക്കെ ഒരു സൈഡിലേക്ക് മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് അദ്ദേഹത്തെ ഈ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പാർട്ടി സമ്മേളനം, അവരുടെ സംഘടനാ പ്രക്രിയയുടെ ഭാഗമായി നടക്കുന്ന പാർട്ടി സമ്മേളനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. പലയിടത്തും പുരോഗമിച്ചു വരുന്നു, പലയിടത്തും പൊട്ടിത്തെറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പലയിടത്തും മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ വിമർശനവും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമായി അമ്പലപ്പുഴ ഏരിയ സമ്മേളനം നടക്കുന്ന പൊതുസമ്മേളനത്തിലേക്ക് പോലും അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്ന് പറയുന്നത് വലിയൊരു അക്ഷന്തവ്യമായ അപരാധമാണ് അദ്ദേഹത്തോട് കാണിക്കുന്നത്. കാരണം ഏതാണ്ട് 60 വർഷക്കാലം അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയുടെ മുഖമായി നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ R നാസറിനോട് മാധ്യമപ്രവർത്തകർ ഈ സംഭവത്തെപ്പറ്റി ചോദിക്കുമ്പോൾ R നാസർ പറയുന്നത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകേണ്ട എന്ന് കരുതിയാണ് ഇതിൽ നിന്ന് അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്നത് എന്നാണ് R നാസറിൻ്റെ പ്രതികരണം, ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. പക്ഷേ ഇപ്പോൾ നിലവിൽ സുധാകരനെ സന്ദർശിക്കാനായിട്ട് AICC-യുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വരുന്നു. അപ്പോൾ KC വേണുഗോപാൽ വരുന്ന പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ നടന്ന, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ബിപിൻ C ബാബു എന്ന് പറയുന്ന ഒരു പാർട്ടി കുടുംബത്തിലെ അംഗം കൂടിയായ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷനായ, മുതുകുളം പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായ, DYFI-യിലും SFI-യിലും പ്രവർത്തിച്ച് പാർട്ടിയിലേക്ക് വന്ന, അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ സ്റ്റേച്ചറുള്ള ഒരു നേതാവാണ് ബിപിൻ C ബാബു. കായംകുളത്ത് അദ്ദേഹം പാർട്ടി വിട്ട് BJP-യിലേക്ക് പോയി. BJP തിരുവനന്തപുരത്ത് നടത്തിയ സംഘടനാ പർവ്വം എന്ന പരിപാടിയിൽ അദ്ദേഹം വരികയും അംഗത്വം എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം അവിടെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പാർട്ടി ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന വലിയൊരു ആരോപണം ഉന്നയിച്ചു. അതാണ് എൻ്റെ അടുത്ത ചോദ്യം. കാരണം ഈ മതനിരപേക്ഷത പാർട്ടിയിൽ നിന്ന് തീരെ ഒലിച്ചു പോകുന്നു എന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ ഈ G സുധാകരൻ മാറ്റി നിർത്തി നാസർ അവിടെ പാർട്ടി ഹൈജാക്ക് ചെയ്യുമ്പോഴും സലാമിനെ പോലുള്ള ആൾക്കാർ വരുമ്പോഴും അവിടെ പാർട്ടി പ്രവർത്തകർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇതിനകത്തുള്ള മതനിരപേക്ഷത മാറി പാർട്ടി ഇസ്ലാമിസ്റ്റ് വൽക്കരിക്കപ്പെടുന്നു എന്ന് ചില സമയങ്ങളിൽ അവിടെയുള്ള പ്രവർത്തകർക്ക് ഒരു അമർഷമുണ്ടായതായിട്ട് പല മാധ്യമങ്ങളിലും പറയുന്നുണ്ട്, പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. അല്ല, എന്തെങ്കിലും വസ്തുതയുണ്ടോ ഇതിനകത്ത്? CPM-ലെ സംഘടനാ തലത്തിൽ
ഒരാൾ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാവാൻ പാടില്ല എന്നാണ് അത് അവരുടെ സംഘടനാപരമായ വിശകലനം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ പാർലമെൻ്ററി രംഗത്തേക്ക് പാർട്ടി കടക്കുമ്പോൾ, CPM കടക്കുമ്പോൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ പോലെ അവരും ജാതിയും മതവും സമൂഹത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഈ വ്യക്തിയുടെ സ്ഥാനവും ഒക്കെ നോക്കി തന്നെയാണ്, പാർട്ടിയിലെ പദവിയും ഒക്കെ നോക്കി തന്നെയാണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുക. പിന്നെ ഏത് രാഷ്ട്രീയ പാർട്ടി ഒരു വിന്നിങ് പോസിബിളുള്ള കാൻഡിഡേറ്റിനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് ഈ എച്ച് സലാമിനെ അവിടെ കാൻഡിഡേറ്റായി അവതരിപ്പിച്ചതും അദ്ദേഹത്തെ വിജയിപ്പിച്ചതും. പാർട്ടിയോട് അകന്ന് നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളെ അടുപ്പിച്ചു കൊണ്ടുവരാൻ പാർട്ടി എടുത്ത ഒരു അടവ് നയം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. പക്ഷേ ഒരുപാട് ന്യൂനപക്ഷ, ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിലുള്ള ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ഒരുപാട് പേര് പാർട്ടിയോട് അടുത്തു. ആർ നാസർ ജില്ലാ സെക്രട്ടറി ആകുന്നു, എച്ച് സലാം അവിടെ അമ്പലപ്പുഴ MLA ആകുന്നു. അപ്പോൾ പാർലമെൻ്ററി രംഗത്ത് അവിടെ കടന്നു കയറി എന്ന് വേണം നമുക്ക് പറയാൻ. അതായത് ഏതാണ്ട് UDF-നോടൊക്കെ അടുത്ത് നിന്നിരുന്ന ന്യൂനപക്ഷങ്ങളെ അവർ പാർട്ടിയോട് അടുപ്പിച്ചത് ഈ ഒരു തന്ത്രം വഴിയാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ബിപിൻ സി ബാബു ഉന്നയിച്ച വലിയ ആരോപണം, പാർട്ടിയിൽ വേണ്ടത്ര സ്ഥാനം ഇപ്പോൾ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് അടക്കം കിട്ടുന്നില്ല, ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് വരുന്ന പാർട്ടിയിൽ നിന്ന് മതനിരപേക്ഷത ചോരുന്നു എന്നുള്ള ഒരു വിമർശനത്തോടെയാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, G. സുധാകരന് പോലും രക്ഷയില്ല ആലപ്പുഴയിൽ. അപ്പോൾ വലിയ പാരമ്പര്യമുള്ള സുധാകരൻ്റെ അനിയൻ ഒരു രക്തസാക്ഷി കൂടിയാണ് ഭുവനേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരമൊരു കുടുംബത്തിൽ നിന്ന് വരുന്ന സുധാകരൻ വലിയ പാരമ്പര്യമുള്ള VS പിണറായി പോല് നടക്കുമ്പോൾ VS-ന് വേണ്ടി ആദ്യം രംഗത്ത് വരികയും പിന്നീട് പിണറായിക്കൊപ്പം ചേരുകയും, അപ്പോൾ വലിയ പാർട്ടി പാരമ്പര്യമുള്ള ആളാണ് സുധാകരൻ. ആ സുധാകരൻ പോലും രക്ഷയില്ല എന്നാണ് ബിപിൻ സി ബാബു പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇതൊരു രാഷ്ട്രീയ നീക്കമായി കണ്ട് കോൺഗ്രസ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവായ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അദ്ദേഹത്തെ വീട്ടിലെത്തി സന്ദർശിക്കുന്നു. KC വേണുഗോപാൽ MP ആയിട്ടിരിക്കുന്ന ജില്ല കൂടിയാണ് ആലപ്പുഴ. അപ്പോൾ അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് തീർച്ചയായും. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ പ്രാധാന്യം നമുക്ക് കാണാതിരിക്കാനാവില്ല. ഇപ്പോൾ സുധാകരൻ നിലവിൽ അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി സമ്മേളനത്തിൽ ക്ഷണിക്കപ്പെട്ടില്ല, അദ്ദേഹത്തെ പാർട്ടി ക്ഷണിച്ചില്ല. പക്ഷേ അദ്ദേഹം അതിൽ പരിഭവം പറയാനോ, ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം അതിൽ പരിഭവം പറയുന്നില്ല. ഈ സമീപകാലത്ത് നമ്മൾ നോക്കിയാൽ G. സുധാകരൻ, ഐഷ പോറ്റി, S. രാജേന്ദ്രൻ, CKP പത്മനാഭൻ, ഇവരെല്ലാം വിവിധ ജില്ലകളിൽ നിന്നുള്ള, ഇപ്പോൾ ഐഷ പോറ്റി കൊല്ലം ജില്ലയിൽ നിന്നുള്ള കൊട്ടാരക്കരയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയ ഒരാളാണ്. S. രാജേന്ദ്രൻ ഇടുക്കിയിലെ ദേവികുളം MLA ആയിരുന്നു. CKP പത്മനാഭൻ മാടായി ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ഒരാളായിരുന്നു, അദ്ദേഹത്തെ ഒഴിവാക്കി. അപ്പോൾ പല ജില്ലകളിൽ നിന്നുള്ള സമുന്നതരായ പാർട്ടിക്ക് വേണ്ടി വളരെ കാലം പ്രവർത്തിച്ച ആൾക്കാരെ ഒഴിവാക്കി ഒരു പുതിയ സംവിധാനം മാർക്സിസ്റ്റ് പാർട്ടിയിൽ രൂപം കൊള്ളുന്നു. അത് ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇനിയുള്ള മുന്നോട്ട് പോക്കിനെ എത്തരത്തിലാവും ഈ രാഷ്ട്രീയം സ്വാധീനിക്കുക എന്നും വലിയ കൗതുകമുള്ള കാര്യമാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയിൽ സംഘടനാ സംവിധാനത്തിൽ ഈ പറയുന്നത് പോലെ വ്യക്തിപരമായ ഒരു ചട്ടക്കൂടിൽ നിന്നല്ല, അതായത് വ്യക്തി അടിസ്ഥാനത്തിലല്ല അവിടെ സംഘടനാ രംഗത്തേക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഏറ്റവും ഉയർന്നു വന്ന ആരോപണം മുഹമ്മദ് റിയാസിനെ പിണറായി വലിയ തോതിൽ പിന്തുണയ്ക്കുന്നു, കമ്മിറ്റികളിൽ അദ്ദേഹത്തെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുന്നു, പാരമ്പര്യമുള്ളവരെ മാറ്റി നിർത്തുന്നു. ഈ പറയുന്ന വലിയ തോതിലുള്ള ആരോപണം നിലനിൽക്കുമ്പോഴാണ് ഈ പറയുന്ന വലിയ നല്ല സ്റ്റേച്ചറുള്ള 4 നേതാക്കളെ ഇവർ ഒഴിവാക്കുന്നത്. ഇപ്പോൾ ഇടുക്കിയിലെ S. രാജേന്ദ്രനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം നിലവിൽ പാർട്ടി മെമ്പർഷിപ്പിലേ ഇല്ല. ഈ സമ്മേളന പ്രക്രിയയിലൊന്നും, ഇത്തവണ നടന്ന സമ്മേളന പ്രക്രിയയിലേ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഈ സമ്മേളനം കഴിഞ്ഞ് ഈ സമ്മേളനം വരെ അദ്ദേഹത്തോട് BJP നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ആശയവിനിമയം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ സമ്മേളനകാലം കഴിയും വരെ CPM-ന് ഒരു സമയം കൊടുക്കുക, എന്നിട്ട് അടുത്ത രാഷ്ട്രീയ നിലപാടെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിനൊരു നിലപാട്. സമാന ചിന്ത സുധാകരനുമുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും. നിലവിൽ വേണുഗോപാൽ കണ്ടു, അവർ ആശയവിനിമയം നടത്തി, എന്താണെന്ന് പക്ഷേ പുറത്തു വന്നിട്ടില്ല. പക്ഷേ സമാനമായൊരു ചിന്ത സുധാകരനുണ്ടെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.